ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഛോട്ടാ മുംബൈ എന്ന സിനിമയുടെ വൻ തിയേറ്റർ തരംഗം കണ്ടതോടെ ഒരുപാട് ലാലേട്ടൻ ആരാധകർ ആവശ്യപ്പെട്ട രണ്ട് റീ റിലീസുകളായിരുന്നല്ലോ ഹലോ എന്ന സിനിമയുടേതും രാവണപ്രഭുവിൻ്റെതും. ഇതിൽ രാവണപ്രഭു എന്ന സിനിമയുടെ ഒഫീഷ്യൽ 4K റീ റിലീസ് അപ്ഡേറ്റ് ഇന്ന് വന്നിരിക്കുകയാണ്. സിനിമ ഉടനെ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് പറഞ്ഞ് ഈ കാണുന്ന പോസ്റ്ററാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത വർഷത്തിന്റെ തുടക്കത്തിലാണ് സിനിമയുടെ റീ റിലീസ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1.5 വർഷത്തിന് ശേഷം വീണ്ടും ജയറാം മലയാള സിനിമയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരുങ്ങുന്നു. ഏറ്റവും പുതിയ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ എന്ന് വന്നിരിക്കുകയാണ്. നേരത്തെ റൂമേഴ്സ് ഉണ്ടായിരുന്നത് പോലെ ഗോകുല മൂവീസ് നിർമ്മിച്ച് വരാനിരിക്കുന്ന ജയറാം സിനിമയുടെ ഫസ്റ്റ് ലുക്ക് ടൈറ്റിൽ എല്ലാം തന്നെയാണ് വന്നിരിക്കുന്നത്. ആശകൾ 1000 എന്നാണ് ഏറ്റവും പുതിയ ജയറാം സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ചിത്രം ഒരേ സമയം മലയാളം തമിഴ് ഭാഷകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. ജൂഡ് ആന്റണി സിനിമയിൽ ഒരേ സമയം ക്രിയേറ്റീവ് ഡയറക്ടറായിട്ടും അതോടൊപ്പം തന്നെ കഥാകൃത്തുക്കളിൽ ഒരാളായിട്ട് വേഷമിടുന്നു. അതേസമയം ചിത്രം സംവിധാനം ചെയ്യുന്നത് ജി പ്രജിത്താണ്. ഒരു വടക്കൻ സെൽഫിയുടെ സംവിധായകൻ കൂടിയാണ് ജി പ്രജിത്ത്. സിനിമയിൽ ജയറാമിനോടൊപ്പം തന്നെ കാളിദാസ് ജയറാമും പ്രധാന റോളിലെത്തുന്നു. കാത്തിരിക്കാം ആശകൾ 1000ന്റെ കൂടുതൽ വാർത്തകൾക്ക്. തുടർച്ചയുള്ള വൻ വിജയത്തിന് ശേഷം ലാലേട്ടന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന സിനിമയിലെ ലാലേട്ടന്റെ പുതിയ പോസ്റ്റർ എന്ന് റിലീസ് ആയിരിക്കുകയാണ്. ലാലേട്ടന്റെ ഫേസ്ബുക്ക് കവർ ഫോട്ടോ ആയിട്ട് ഈ ഒരു പോസ്റ്റർ മാറ്റിയിരിക്കുകയാണ്. ഇതിനിടയിൽ സിനിമ അടുത്ത മാസം ഓഗസ്റ്റ് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തും. ചിത്രം ലാലേട്ടന്റെ പ്രേമലോ എന്നാണ് അണിയറ പ്രവർത്തകർ തന്നെ തമാശ രൂപേണ പറയുന്നത്. ഹ്യൂമറും ഇമോഷൻസും കലർന്ന ഒരു ഡ്രാമ സിനിമയാണ് ചിത്രമെന്നാണ് അഖിൽ സത്യൻ സിനിമയുടെ കഥ രചിച്ച ആൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. സിനിമ ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ കാത്തിരിക്കാം ഹൃദയപൂർവ്വത്തിന്റെ അടുത്ത വാർത്തകൾക്ക്.